നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. നീയാണല്ലേ പുതിയ അവതാരം വിഷ്ണു? ഞാൻ വിഷ്ണു അല്ല, ശിവനാ. മാണിക്കോത്ത് ശിവൻ. ശിവനായാലും വിഷ്ണു ആയാലും ഇനി അഥവാ ബ്രഹ്മാവായാലും നീ ഇവിടെ കയറിക്കൂടി ആൾമാറാട്ടം കളിക്കുകയാണെന്നൊക്കെ അറിഞ്ഞു. ഒരുത്തനോ തൊലഞ്ഞുപോയി. നീ ഇനി അവന്റെ സ്ഥാനത്ത് നിന്ന് അവന്റെ രണ്ടാം പാർട്ട് ആടി തിമിർക്കാൻ പോവാണോ? അതൊക്കെ ശരി. ഇതൊക്കെ പറയാൻ താൻ ആരാടോ? ശിവ, ഇത് അച്ഛൻ്റെ അനിയനാ. മോളെ, ഞാനേ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയായിരുന്നു. സ്വന്തവും ബന്ധമൊക്കെ ആവുമ്പോഴേ എല്ലാ കാര്യത്തിലും ഒരു കണ്ണ് വേണമല്ലോ. എന്നാ പിന്നെ വരട്ടെ ശിവ. പോട്ടെ മോളെ. ഇയാളാള് റോങ് ആണല്ലോ. ആ ശാലിനി, ഞാൻ പ്രകാശിനെ കണ്ടായിരുന്നു. ആ കല്യാണം ഉടനെ നമുക്ക് നടത്തി കൊടുക്കണം. അതിനി നമ്മുടെ ഉത്തരവാദിത്വമാണ്. ശരി. ആ പിന്നെ ഇപ്പൊ പോയ ആള് അച്ഛൻ്റെ അനിയനാണെങ്കിലും ആളത്ര വെടുപ്പെല്ലാം തോന്നുന്നു. വിഷമാണ്, അകറ്റി നിർത്താനേ പറ്റൂ. പക്ഷേ ഇപ്പൊ അച്ഛൻ്റെ അസുഖം മുതലെടുത്തോണ്ട് അടുത്തു കൂടിയിരിക്കാം. എന്നെ അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത് കാര്യാക്കണ്ട. അതെ, എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. നാളെ സ്കൂളില് കുട്ടികളെയും കൊണ്ട് ശിവനൊന്ന് പോവേണ്ടി വരും. അത് ഞാൻ ചെയ്തോളാം. അവർക്കും അത് തന്നെയായിരിക്കും സന്തോഷം. ഞാൻ ഒറ്റയ്ക്കല്ല, റാണിയും കൂടെ ഉണ്ട്. ഏട്ടൻ വന്നിട്ടേ റാണി പോവുള്ളൂ. അത് നല്ലതാ. പക്ഷേ അവള് നമുക്കിടയിൽ ഒരു കട്ടുറുമ്പാവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.